നമസ്കാരം. ഋഷിപ്രോക്തം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം പാശ്ചാത്യ ജ്യോതിഷ പ്രകാരമുള്ള രാശി അവലോകനമാണ്. മേടം മുതൽ കന്നി വരെയുള്ള രാശിക്കാരുടെ സ്വഭാവ സവിശേഷതകളെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ നമുക്ക് തുലാം രാശിക്കാരുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും പരിശോധിക്കാം. രാശിചക്രത്തിലെ ഏറ്റവും സമതുലിതവും സൗന്ദര്യബോധവും നിറഞ്ഞ ഒരു അതുല്യ രാശിയാണ് തുലാം രാശി. തുലാസാണ് ഈ രാശിയുടെ പ്രതീകമായി നിലകൊള്ളുന്നത്. ഈ രാശിയുടെ സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, ദൗർബല്യങ്ങൾ, പുരുഷന്മാരുടെയും വനിതകളുടെയും പ്രത്യേകതകൾ, ഇവരുടെ ദാമ്പത്യ ജീവിതത്തിനായി ഇവർ കരുതലെടുക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം നമുക്ക് ഇന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ രാശിയുടെ ആഴമുള്ള സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നമുക്ക് തുറന്നെടുക്കാം. തുലാം രാശി ലിബ്ര എന്ന് പാശ്ചാത്യ ജ്യോതിഷ പ്രകാരം പറയും. ഇന്ന് നാം പരിശോധിക്കപ്പെടുന്നതും പാശ്ചാത്യ ജ്യോതിഷ പ്രകാരമുള്ള ഫലങ്ങളാണ്. രാശിചക്രത്തിൽ ഈ രാശി 180 ഡിഗ്രി മുതൽ 210 ഡിഗ്രി വരെയാണ് ഇതിന്റെ സ്ഥാനം. രാശിചക്രത്തിലെ 7ാം രാശിയാണ് തുലാം രാശി. ഇത് തുലാസിന്റെ രാശിയാണ്. സെപ്റ്റംബർ 23-നും ഒക്ടോബർ 22-നും ഇടയിൽ ഈ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ് തുലാം രാശിയിലായിട്ട് വരുന്നത്. അതായത് സെപ്റ്റംബർ 23 മുതൽ ഒക്ടോബർ 22 വരെയാണ് തുലാം രാശിയുടെ ഉദയം എന്ന്. ഇത് ചരരാശിയാണ്. വായുതത്വ പ്രധാന രാശിയാണ്. പ്രായപൂർത്തിയാകുന്നതിന്റെ ആരംഭ സൂചകവും കൊയ്ത്തുകാലത്തിന്റെ പ്രതീകവുമായിട്ടുള്ള രാശിയാണ്. വൃക്കകൾ, അടിപ്രദേശം, ജലനം, ബീജകോശം, അണ്ഡകോശം, പുറകുവശത്തെ താഴത്തെ ഭാഗം, അതായത് ശാരീരിക ഘടനയാണ് പറയുന്നത്. കാലപുരുഷന്റെ അവയവഘടനയിൽ ഈ അവയവങ്ങളാണ് തുലാം രാശിക്ക് പറഞ്ഞിട്ടുള്ളത്. തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ്. രത്നം മേഘവർണ്ണക്കല്ലാണ്, അതായത് ഓപ്പൽ. കലണ്ടുല എന്ന പുഷ്പമാണ് ഈ രാശിക്ക് പുഷ്പമായി പറഞ്ഞിട്ടുള്ളത്. ശരത്കാലത്തിന്റെ ആരംഭം വിളിച്ചറിയിക്കുന്ന രാശിയാണ് ഇത്. പൂർണ്ണമായും പ്രായപൂർത്തി എന്ന തത്വത്തെ പ്രതിനിധീകരിക്കുന്ന രാശിയാണ് ഇത്. ഈ രാശിക്കാരന്റെ വൈകാരിക ജീവിതം എങ്ങനെയാണോ അതിനനുസരിച്ച് തുലാസ് ക്രമീകരിച്ച് നിൽക്കുന്നു. ഗുണരൂപത്തിൽ പറഞ്ഞാൽ ഈ രാശിക്കാർ തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു. ഇവർ വിവേകശാലികളാണ്, ശാന്തചിത്തരാണ്, തെളിഞ്ഞ മനസ്സുള്ളവരാണ് എന്നീ വിശേഷണങ്ങളെല്ലാം ഇവർക്ക് അർഹതപ്പെട്ടതാണ് എന്നർത്ഥം. ഏറ്റവും വിശേഷപ്പെട്ടത് എന്ന് കരുതുന്ന സ്വയം നിയന്ത്രിക്കാനുള്ള ശേഷി സ്വായത്തമാക്കിയവരാണ് ഈ രാശിക്കാർ. ഇവർ സമചിത്തതയുള്ളവരാണ്, ഭൂതദയുള്ളവരാണ്, ഊർജ്ജസ്വലത എന്നിവയൊക്കെ ഇവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങളാണ്. എന്നാൽ നിഷേധാത്മക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ കുറ്റവാളിയാകുന്നില്ല എങ്കിൽ പോലും സമചിത്തതയില്ലാത്ത പ്രകൃതക്കാരനാണ് ഇവർ. നിയന്ത്രണമില്ലാത്ത വികാര വിക്ഷോഭങ്ങൾ ഉള്ളവനാണ് ഇവർ. ഒരു കൊച്ചുകുട്ടിയെ പോലെ വികാരങ്ങൾക്ക് പെട്ടെന്ന് അധീനരായി പ്രവർത്തിക്കും. ചിന്തിക്കാതെ ഓരോന്ന് പ്രവർത്തിച്ച് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടും. ഏതു തരത്തിൽ ചിന്തിച്ചാലും തുലാസ് നമ്മുടെ ചിത്രങ്ങളിൽ വന്ന് തെളിയും. നിയതമായ രീതിയിലുള്ള തുലനമാണോ അനിയതമായ തുലനമാണോ എന്നത് അതാത് വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത്. ഇനി നമുക്ക് തുലാം രാശിയിൽ ജനിച്ച പുരുഷന്മാരുടെ സ്വഭാവ സവിശേഷതകളൊന്ന് പരിശോധിക്കാം. തുലാം രാശിയിൽ ജനിച്ച പുരുഷന്മാരെ മനസ്സിലാക്കുന്നത് സാധാരണപ്പെട്ട ഭാര്യമാർക്ക് അത്ര പെട്ടെന്ന് പ്രാപ്തമാകണമെന്നില്ല. അതായത് ബുദ്ധിമുട്ടുള്ള വിഷയം തന്നെയാണ്. ഇവരുടെ പെരുമാറ്റത്തിലെ ആകർഷകത്വം കൊണ്ട് ഗൃഹജീവിതത്തിൽ നന്നായി കഴിഞ്ഞു പോകും. ഒരു കാര്യം ചെയ്യുന്നതായി തോന്നിപ്പിക്കാതെ സൂക്ഷ്മമായി ചെയ്തു തീർക്കാൻ അവർക്ക് സാധിക്കും. കുടുംബത്തിലാണെങ്കിൽ പോലും ആഴത്തിലുള്ള ബന്ധങ്ങളൊന്നും തന്നെ ഇവർക്ക് ഉണ്ടാകില്ല. എന്നാൽ ഇവർ കുടുംബത്തിൽ നിന്നും വിട്ടുപോകത്തുമില്ല. ഇവരുടെ പ്രകൃതം തുല്യതയിലുള്ളതാണ്. ഇവർ ശൃംഗാരരസപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ വിദഗ്ധരാണ്. പ്രേമത്തിൽ ഇവർ കലാകാരന്മാരാണ്. ഇവർ നല്ല കൂട്ടുകാരാണ്, സന്തോഷ പ്രകൃതരാണ്, ബുദ്ധിയുള്ളവരാണ്. എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവർ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുള്ളവരാണ്. ഇനി നമുക്ക് തുലാരാശിയിൽ ജനിച്ച വനിതകളുടെ സ്വഭാവ സവിശേഷതകൾ ഒന്ന് പറയാം. രാശിചക്രത്തിലെ മറ്റെല്ലാ രാശിക്കാരെയും പ്രേമത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക ഗുണവിശേഷം തന്നെ ഈ രാശിയിൽ ജനിച്ച സ്ത്രീകൾക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രണയ നൈരാശ്യം വരാത്ത രീതിയിൽ ഇവർ മനസ്സിനെ സജ്ജമാക്കേണ്ടതായിട്ടുണ്ട്. ഇവരുടെ ഭർത്താക്കന്മാർ വളരെ പക്വതയോടുകൂടി പെരുമാറേണ്ടിയിരിക്കുന്നു. ഭർത്താക്കന്മാർ പൊതുവെ ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കും. അത് നല്ലതിനാണെന്ന മനോഭാവം തുലാം രാശിയിൽ ജനിച്ച സ്ത്രീകൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. തുലാം രാശിയിൽ ജനിച്ച സ്ത്രീകൾക്ക് കുംഭം, മിഥുനം എന്നീ രാശിയിൽ ജനിച്ച പുരുഷന്മാർ വളരെ ഉത്തമമാണ്, നല്ല ഭർത്താക്കന്മാരായിരിക്കും. തുലാ രാശിക്കാരുടെ ഭർത്താക്കന്മാർ
ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സൗന്ദര്യം, സ്വരചർച്ച, സമതുലിതാവസ്ഥ, നീതി തുടങ്ങിയവയൊക്കെ ആഗ്രഹിക്കുന്നവരാണ് തുലാൻ രാശിയിൽപ്പെട്ട വനിതകൾ. ഈ രാശിയിൽപ്പെട്ട വനിതകൾ കലാപരമായിട്ടുള്ള കാര്യങ്ങളിലും തൽപരരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭർത്താക്കന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അനുകൂല നിലപാടുകൾ എടുക്കണം, അതായത് ഇവർക്ക് പ്രോത്സാഹനം കൊടുക്കണം എന്നർത്ഥം. നമ്മുടെ തുലാൻ രാശിക്കാരെ കുറിച്ചുള്ള സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. തുലാൻ രാശിയുടെ ഈ അവലോകനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ജ്യോതിഷ രാശിഫലം കൂടാതെ ആത്മീയ അറിവുകൾക്കുമായി ഋഷിപ്രോക്തം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളെല്ലാം കൃത്യസമയത്ത് നിങ്ങൾക്ക് കാണുവാനായി നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ അറിവ് ലഭിക്കാൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.